പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് മാസങ്ങളായി പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളുമൊക്കെ സമ്പാദിച്ച അനേകം വ്യക്തികൾ റെയിൻ BNBയിലെ മെമ്പേഴ്സായിട്ടുണ്ട്. വെറും 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് 2 റെഫറലും ചെയ്ത് മാസങ്ങളായി ലക്ഷങ്ങൾ വരുമാനം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. എന്നാൽ തീക്കൊള്ളിക്ക് അടികൊണ്ട പൂച്ച മിന്നാമിനിങ്ങിനെ കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ 50,000, 1 ലക്ഷം, 2 ലക്ഷമൊക്കെ നിക്ഷേപിച്ച് പലരുടെയും പകുതി, ചിലർക്ക് മുഴുവനും, അങ്ങനെ പല വ്യത്യസ്ത മേഖലകളിൽ നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. സഹോദരങ്ങളെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴുമുണ്ട്. അതും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അപ്പുറം വീഴുമോ ഇപ്പുറം വീഴുമോ എന്നറിയില്ല, കാറ്റെങ്ങോട്ട് വീശുമെന്നറിയില്ല. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ ഒരു കൂടിയ ആലോചനയുണ്ട്. ഇത്ര ഡോളർ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ അവർ പ്ലാറ്റ്ഫോം പൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പൂട്ടുമ്പോൾ അവസാനം കയറിയവർക്ക് എല്ലാം നഷ്ടമാകും എന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലെ ഒരു പ്രത്യേകത. എന്നാൽ റെയിൻ BNB ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ല. വെറും 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് 2 റെഫറലും ചെയ്ത് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാവുന്ന ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. മിനിമം 2 പേരെ റെഫർ ചെയ്യണം. ഈ പ്ലാനുകൾ അവർക്ക് കൊടുക്കുക. അനേകം വ്യക്തികൾ ജോയിൻ ചെയ്തു. ചില വ്യക്തികൾ ജോയിൻ ചെയ്തിട്ട് മറ്റാരെയും റെഫർ ചെയ്തിട്ടില്ല. അങ്ങനെ റെഫർ ചെയ്യാത്ത ആർക്കും വരുമാനവും വരികയില്ല. ഓരോ ഐഡിയയിലും 2 പേരെ റെഫർ ചെയ്യണം. സോളെ ഇതിലൊരു 6 ലെവൽ 7 ലെവലുകൾ കഴിഞ്ഞാൽ പിന്നീട് സ്ഥിര വരുമാനമാണ് നമുക്ക് വരുന്നത്. 10 ലെവലുകൾ കഴിഞ്ഞാൽ 10ാമത്തെ ലെവൽ മുതൽ റോയൽറ്റിയാണ് ആരംഭിക്കുന്നത്. 14 ലെവൽ വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലക്ഷങ്ങളല്ല കോടികളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ. ഇതിൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. മിനിമം 2 പേരെ റെഫർ ചെയ്യണം. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. എത്ര പേരെ റെഫർ ചെയ്യുന്നോ അതനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുകയും ചെയ്യും. ഇല്ല എങ്കിൽ നമ്മൾ 2 പേരെ റെഫർ ചെയ്യുമ്പോൾ ആ 2 പേരും ഈ 2 പേരെ വീതം റെഫർ ചെയ്യാൻ അവരോട് പറയണം. അങ്ങനെ ഓരോ വ്യക്തികളും 2 പേരെ വീതം റെഫർ ചെയ്യണം. 370 രൂപ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞാണ് പല വ്യക്തികളും ഇതിൽ ജോയിൻ ചെയ്ത് ഇന്ന് 10,000 സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. സോളെ, നമുക്ക് ഇന്നലകളിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, ഉദാഹരണം MDFE, ജാൽ ലൈഫ് സ്റ്റൈൽ പോലുള്ള നഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമുകളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടതും അതിൻ്റെ പല മടങ്ങുകളും വീണ്ടെടുക്കുവാനുള്ള ഒരു പറ്റിയ പ്ലാറ്റ്ഫോമാണ് റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം. ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളില്ല. 370 രൂപ എന്ന് പറഞ്ഞാൽ ഏത് കൂലിപ്പണിക്കാരനും ഏതൊരു ഭിക്ഷക്കാരനും എടുക്കാവുന്നതേ ഉള്ളൂ. ഈ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് 2 റെഫർ ചെയ്യുന്നതിന് വലിയ എമൗണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് 2 റെഫർ ചെയ്യാൻ വെറും ഈസിയാണ്. കാരണം ഇതിൽ എത്രയോ ലക്ഷക്കണക്കിന് മെമ്പേഴ്സാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവരുടെ എല്ലാം ആരംഭത്തിൽ ഈ റെഫറലാണ് പ്രശ്നം. സോളി 370 രൂപ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് കയറിയവരൊക്കെയാണ് ഇന്ന് 10,000 ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 ലെവല് കഴിഞ്ഞ് 7ാമത്തെ ലെവലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് വരുന്നത് ലക്ഷങ്ങൾക്ക് മുകളിലുള്ള വരുമാനങ്ങളാണ് വരുന്നത്. ആദ്യം നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ് 2 പേരെ ചെയ്യിക്കുവാനും, ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്പം പ്രോത്സാഹനം കൊടുക്കുവാനും, ഈ 2 പേരെ റെഫർ ചെയ്യുവാനുള്ള പ്രോത്സാഹനം കൊടുക്കുവാനുമൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരോട് ഈ 370 രൂപയുടെ കാര്യം പറയുവാൻ പല വ്യക്തികളും ഇത് പറയുന്നില്ല. ചില വ്യക്തികൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നല്ലാതെ അവർ ജോയിൻ ചെയ്യുന്നില്ല, അവർ മറ്റുള്ളവരെ റെഫർ ചെയ്യുന്നില്ല. എല്ലാവർക്കും പണം ആവശ്യമുണ്ട്. സൗളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, നമ്മുടെ വീട്, വണ്ടി, എന്ത് തന്നെ, ഈ ഭൂമിയിൽ പണമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പല വ്യക്തികളും ഇന്ന് PSC ടെസ്റ്റും എഴുതിക്കൊണ്ട് ജോലിക്ക് വേണ്ടി നടക്കുക. പല വ്യക്തികളും ഇന്ന് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, പെയിൻ്റ് അടിക്കാൻ പോകുന്നു, കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, മെഡിസിൻ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. തുച്ഛമായ വരുമാനത്തിന് 350 400 രൂപ പ്രതിദിനം ശമ്പളം കിട്ടുന്ന, മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്.
പക്ഷേ ഈ വ്യക്തികളൊക്കെ എത്ര ജോലി ചെയ്തെന്ന് പറഞ്ഞാലും 400 രൂപ ഒരു ദിവസം കൂലി കിട്ടുന്ന, പെട്രോൾ പമ്പിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മെഡിസിൻ ഷോപ്പുകളിൽ, കടകളിൽ, ചെരുപ്പ് കട, തുണിക്കടകളിലൊക്കെ ജോലി ചെയ്ത് 7000 8000 രൂപ മാസം ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അനേകം വ്യക്തികൾ, ലക്ഷക്കണക്കിന് വ്യക്തികൾ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഇവരുടെ കുടുംബത്തിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അവരുടെ കറണ്ട് ചാർജ്, വെള്ളം, വീട്ടുവാടക, അല്ലെങ്കിൽ വസ്ത്രം, ഭക്ഷണം, ഇതൊക്കെ തികയുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ ഇന്നലെ കഠിനാധ്വാനം ചെയ്യാഞ്ഞതുകൊണ്ടും മറ്റു പലരും പറഞ്ഞ മേഖലകളിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ടും ഇന്ന് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയെങ്കിൽ, നമ്മൾ ദരിദ്രരായി ജനിച്ചത് നമ്മുടെ കുഴപ്പമല്ല, പക്ഷേ നമ്മൾ ദരിദ്രരായി തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ തന്നെ കുഴപ്പമാണ്. അത് നമ്മളൊരു വഴി കണ്ടെത്തണം, ഒരു മാർഗം. ഇതൊക്കെ പല വ്യക്തികൾക്കും സമ്പത്തിൻ്റെ വരുമാനത്തിന് വേണ്ടിയുള്ള ചില മാർഗരേഖകൾ മാത്രമാണ്. അധ്വാനിക്കേണ്ടത് നമ്മളാണ്. അധ്വാനിക്കാതെ ചുമ്മാതെ ഇരുന്നാൽ ആർക്കും ഒരു 5 പൈസ കിട്ടത്തില്ല. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. പല വ്യക്തികളും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈഫ് സ്റ്റൈൽ എന്തായി, MDFE എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. ലൈഫ് സ്റ്റൈൽ എന്തായെന്ന് അറിയണമെങ്കിൽ അത് ലോഗിൻ ചെയ്ത് നോക്കുക. MDFE എന്താണെന്ന് കയറിയവർക്കും നഷ്ടപ്പെട്ടവർക്കുമൊക്കെ അറിയാം. അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളായിരുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴുമുണ്ട്. അപ്രകാരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, വീഡിയോ പോലും ഇറക്കാറില്ല. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി ഡോളർ വന്നു കഴിയുമ്പോൾ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ ഇറക്കുന്നവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ മേൽ കുതിര കയറിയിട്ട് യാതൊരു അർത്ഥവുമില്ല. ഇപ്രകാരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഞാൻ ചെയ്യുന്നില്ല, അത് നിർത്തി. അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ല, ഇത് ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എത്ര ജോലി ചെയ്യുന്നോ മിനിമം 2 പേരെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ മാത്രമേ ഇതിൽ വരുമാനം വരാൻ തുടങ്ങുകയുള്ളൂ. അങ്ങനെ 14 ലെവൽ വരെ ഈ 2 പേരെ വീതമാണ് ജോയിൻ ചെയ്ത് 14 ലെവൽ വരെ എത്തിയാൽ തന്നെ നമുക്ക് ലക്ഷങ്ങളല്ല കോടികൾ ലഭിക്കും. ഇത് 1 വർഷം കൊണ്ട് 1 കോടി കിട്ടട്ടെ, അല്ലെ 10 വർഷം കൊണ്ട് 1 കോടി കിട്ടട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് മുതൽ മുടക്ക് വെറും 370 രൂപയാണ്. ഇതിൻ്റെ പ്ലാൻ മനസ്സിലാക്കി നിങ്ങൾ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ എത്രയും സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ, 2 പേരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിക്കുവാൻ സാധിക്കില്ലേ? നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുക. 370 രൂപ മുടക്കിയിട്ട് നിങ്ങളുടെ റഫറൽ ലിങ്ക് എടുത്ത് നിങ്ങൾ 2 പേരെ കൂടെ ജോയിൻ ചെയ്യിക്കുക. ആ ചെയ്യുന്ന വ്യക്തികളോടും പറയുക, നിങ്ങൾ 2 പേരെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യിക്കണം നിങ്ങളുടെ ഓരോ റഫറലും. ഇപ്രകാരം നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ 461 കോടി സമ്പാദിച്ച വ്യക്തികളുണ്ട്. ഈ 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് 461 കോടി കഴിഞ്ഞ 1 വർഷം കൊണ്ട് 461 കോടി വരെ സമ്പാദിച്ച വ്യക്തി ഇന്ത്യയിലുണ്ട്. ഡൽഹിക്കാരനാണ്. ഈ റെയിൻ BNBയിൽ അതിൽ കൂടുതൽ സമ്പാദിച്ച ഒരു സഹോദരിയുണ്ട്, അത് നൈജീരിയക്കാരിയാണ്. അപ്പോൾ ഇത് നമുക്കും സാധിക്കും. നമ്മൾ ഇത് ഇങ്ങനെ ഇന്നലകളിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഓർത്ത് അയവിറക്കിക്കൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റ് പല വ്യക്തികളൊക്കെ പൂട്ടിപ്പോയ കമ്പനികളെ ഓർത്ത്, ഇല്ല ചത്ത കൊച്ചിന് വേദം ഓതുന്നത് പോലെ പൂട്ടിപ്പോയ കമ്പനികളെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ 50,000 പോയി, എൻ്റെ 1 ലക്ഷം പോയി, 2 ലക്ഷം പോയി, 5 ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നവരെയും കാണാറുണ്ട്. പരാതി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. വീണ്ടെടുത്ത് കിടന്നുരുളാതെ പരാജയത്തിൽ ദുഃഖിച്ച് ജീവിതം അവസാനിപ്പിക്കുക എന്നല്ല, മറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുക. അതിനുള്ള നല്ല ഒരു അവസരമാണ് റെയിൻ BNB. വെറും തുച്ഛമായ എമൗണ്ട് 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് 2 റഫറൽ കൂടെ കൊടുത്ത് നമുക്ക് റെയിൻ BNBയിൽ നല്ല വരുമാനം. 1 വർഷം കാത്തിരിക്കണ്ട. നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുകയും നമ്മൾ ചേർക്കുന്ന വ്യക്തികളോട് ഈ 2 പേരെ കൂടെ ചേർക്കുക. പെട്ടെന്ന് ചേർക്കുമെങ്കിൽ നമുക്ക് ഇതുപോലെ വരുമാനം നമുക്ക് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. ഓക്കെ സാറേ, നമ്മൾ ഒച്ചഴയുന്നത് പോലെയാണ് പോകുന്നതെങ്കിൽ പതുക്കെ വരുകയുള്ളൂ വരുമാനം. നമ്മൾ നല്ല ഫാസ്റ്റിൽ മുയൽ ഓടുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം വിചാരിച്ചാൽ 2 പേരെ ജോയിൻ ചെയ്യിക്കുവാൻ സാധിക്കും. നമ്മൾ വസിക്കുന്ന സമൂഹത്തിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽക്കാരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ 2 പേരെങ്കിലും നമ്മൾ ഇതിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാത്തിരുന്ന നല്ലൊരു വരുമാനം റെയിൻ BNBയിലൂടെ വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധിക്കുന്നവർ ജോയിൻ ചെയ്യുക. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റെല്ലാ വിധത്തിലും സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.